So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. That somebody that, like this communist from New York, someday gets elected. I can't believe that's happening. That's a terrible thing for our country, by the way. He's a communist. We're going to go to a communistic state. That's so bad for New York. But that tomorrow we have a communist coming to the White House because that's who the Democrat Party elected as the mayor of the largest city in the country. Yes, അവർ ഒടുവിൽ കണ്ടുമുട്ടി. ലോക രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസിൽ അമേരിക്ക കാത്തിരിക്കുകയായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഔട്ട്കമ്മിനായി. അമേരിക്ക മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ളവർ പോലും പുറത്ത് ആകാംക്ഷയോടെ മാധ്യമ സംഘം ഉച്ച മുതൽക്കേ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ വൈറ്റ് ഹൗസിൻ്റെ അകത്തുനിന്ന് ഒച്ചപ്പാടും ബഹളവും ഒന്നും കേട്ടില്ല. ഒടുവിൽ സംയുക്ത പ്രസ് മീറ്റിനായി മാധ്യമപ്രവർത്തകർ ഡൊണാൾഡ് ട്രംപിൻ്റെ ഓഫീസിനുള്ളിൽ. തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ട സോളൻ മംദാനിയെ അല്ല അവിടെ കണ്ടത്. US പ്രസിഡന്റിന്റെ ചെയറിനോട് അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ പക്വതയോടെ ന്യൂയോർക്കിന്റെ പുതിയ നഗരപിതാവ് ഡൊണാൾഡ് ട്രംപിന്റെ അരികിൽ നിലയുറപ്പിച്ചു. I always said, one of the things I would love to be someday is the mayor of New York City. I appreciate it. I've had a lot of meetings with the heads of major countries. Nobody cared. This meeting that you people have gone crazy. Outside you have hundreds of people waiting. സോളൻ മംദാനിയെ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കുന്നതിനെതിരെ വോട്ടർമാർക്ക് നിരന്തരം മുന്നറിയിപ്പ് നൽകിയ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസ് മീറ്റിംഗിൽ ഇരുവരും ഒരു പൊതുവായ നിലപാട് കണ്ടെത്തിയതായി പറയുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മംദാനി ചില യാഥാസ്ഥിതിക ആളുകളെ അത്ഭുതപ്പെടുത്തുമെന്ന് താൻ കരുതുന്നതായും ട്രംപ് പറയുകയുണ്ടായി. കൂടിക്കാഴ്ച വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞ മംദാനി ന്യൂയോർക്കിന്റെ പുരോഗതിക്കായി ഡൊണാൾഡ് ട്രംപിനൊപ്പം പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. We are very clear about our positions and our views, and what I really appreciate about the president is the meeting that we had focused not on places of disagreement, which there are many, and also focused on the shared purpose that we have in serving New Yorkers. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ കടുത്ത വിമർശനം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പരസ്പരം പോരടിച്ച 2 പേർ. ഒരു വേളയിൽ മംദാനി ഒരു ലിറ്റിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ താങ്കൾ ഒരു ഫാസിസ്റ്റ് എന്ന് തിരിച്ചടിച്ച ആ 2 പേരെയല്ല വൈറ്റ് ഹൗസിൽ കണ്ടത്. പരസ്പരം പുകഴ്ത്തിയും പുഞ്ചിരിച്ചും പത്രക്കാരെ വട്ടം കറക്കിയ ഇരുത്തം വന്ന 2 രാഷ്ട്രീയക്കാരായിരുന്നു ഇന്നവർ. വിവാദ ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം വഴുതിമാറി ഇരുവരും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കരുതലോടെ നിന്നു. പ്രസ് മീറ്റിൽ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ മൂർച്ചയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മംദാനിയെ പ്രതിരോധിക്കുവാൻ ഇടപെടുകയും ചെയ്തു. We're going to work together. We're going to make sure that if there are horrible people there, we want to get them out. I think he wants to get them out maybe more than I do. So we'll work together. We discussed. ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണോ എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പതുക്കെ കയ്യിൽ തട്ടി ധൈര്യമായി യെസ് എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അതും ഒരു പ്രത്യേക വാത്സല്യത്തോടെ. I've spoken about. That's okay. You can just say yes. Okay. That's easier. It's easier than explaining it. I don't mind. ജനിച്ചു വളർന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ വികസനത്തിനായി വാദിക്കുന്ന ഒരു കരിസ്മാറ്റിക് ചെറുപ്പക്കാരനെ കണ്ട സന്തോഷം ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. മംദാനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ശക്തരായ വിദേശ നേതാക്കൾ എത്തുന്ന വൈറ്റ് ഹൗസിൽ ന്യൂയോർക്ക് നഗരപിതാവായി അധികാരമേൽക്കും മുമ്പ് US പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച. And that's where I am really looking forward to delivering for New Yorkers in partnership with the president on the affordability agenda. 1 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിൽ നിന്ന് മടങ്ങും മുമ്പ് ഓവൽ ഓഫീസിലെ ആ പ്രസിഡന്റിന്റെ കസേരയിലേക്കും റെസലൂട്ട് മേശയിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു മംദാനി. നോക്കിക്കാണുമായിരിക്കുമല്ലേ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.